ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ അടയുടെ റെസിപ്പിയാണ് കേട്ടോ. മാവൊന്നും കുഴച്ച് പരത്തി സമയം കളയേണ്ട, വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ രുചികരമായിട്ടും മാവിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ അടയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 അല്ലി വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പേസ്റ്റ് നമുക്ക് ചേർക്കേണ്ട, ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആദ്യം ഇതുപോലെ ചെറിയ രീതിക്ക് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളകിൻ്റെ പകുതിയും നമ്മുടെ ഈ സവാളയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊന്നും മാറണമെന്നുള്ള ആവശ്യമില്ല, നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാള എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. 200 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ചിക്കനും ചേർത്ത് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ചിക്കൻ ആദ്യം നല്ല രീതിക്ക് ഒന്ന് ചൂടായി വരട്ടെ. എല്ലില്ലാത്ത കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ചിക്കനും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുത്ത് ചിക്കൻ എല്ലാം ഒന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ്. അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. ഇപ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എരിവിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. കൂടെ വേണ്ടത് മല്ലിപ്പൊടിയാണ്, 1 ടീസ്പൂൺ നിറയെ തന്നെ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയൊക്കെ നല്ല രീതിക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർക്കാം. കൂടെ നമ്മുടെ ഈ ചിക്കനും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി, ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് 2-3 തവണ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതുപോലെ നമ്മുടെ ചിക്കനിലുണ്ടായിരുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ അടയുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് ക്യാരറ്റിൽ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആ ക്യാരറ്റ് ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം മല്ലിയിലയും കൂടി, ഇനി ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ക്യാരറ്റൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിപ്പൊടി ഒരു ബൗളിലേക്ക് ചേർക്കാം. കൂടെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ നെയ്യ് ചേർക്കാം. നെയ്യ്ക്ക് പകരം വേറെ എന്തെങ്കിലും എണ്ണ വേണമെങ്കിൽ എണ്ണയും ചേർക്കാവുന്നതാണ്. പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് കൂടുതൽ രുചികരം. ഇനി നമ്മുടെ ഈ മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ മാവ് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ എടുക്കേണ്ടത്. നല്ലതുപോലെ ചൂടായിട്ടുള്ള തിളച്ച വെള്ളം വേണം, ചൂടോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ആദ്യം ഒരു 2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ആകെ നമുക്ക് ഇതിലേക്ക് 3 കപ്പും കുറച്ചും കൂടി കൂടുതലായിട്ടാണ് വെള്ളം ആവശ്യമായിട്ടുള്ളത്. ചില അരിപ്പൊടിയിൽ കുറച്ച് മാത്രം വെള്ളം മതിയാവും. അതിൻ്റെ പേരിൽ ആദ്യം ഒരു 2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നമ്മൾ മാവളന്ന അതേ കപ്പിൽ തന്നെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു കണക്ക് കിട്ടും എത്രയാണ് കൂടുതൽ ഇനി വേണ്ടതെന്ന്. മാവിലേക്ക് ഇനിയും വെള്ളം ചേരേണ്ടതായിട്ടുണ്ട്. 1 കപ്പ് അളവിലും കൂടി ചൂടുവെള്ളം ചേർക്കുകയാണ്. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചെറിയ രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തപ്പോൾ ഇത്രയും കട്ടിക്കാനുള്ളത്. ഇനി കുറച്ചും കൂടി ഇതൊന്ന് ലൂസായി കിട്ടേണ്ടതായിട്ടുണ്ട്. 1/2 കപ്പ് അളവിലും കൂടി വെള്ളം ചേർക്കുകയാണ്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത്രയും തിക്നെസ്സിന് വേണം കേട്ടോ നമ്മുടെ മാവ് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, തീരെ കട്ടിയായിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്രയും കട്ടി വേണം നമ്മുടെ മാവിന്.
അതായത് നമ്മൾ ഇലയിലേക്ക് ഈ മാവ് കോരി ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോകാൻ വേണ്ടി പാടില്ല. ഈ ഒരു തിക്നെസ്സിന് വേണം മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ഇലയിലേക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഇതുപോലൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു തവി വെച്ചൊന്ന് മാവ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. മാവ് ഒഴിച്ച് ഇതുപോലെ പരത്തി എടുക്കുമ്പോഴത്തേക്കും ഇലയുടെ ഇങ്ങനെ തുമ്പ് ഭാഗത്തേക്കൊന്നും പോകാതെ നോക്കണം. എങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ആ മാവ് ഇതിന് സൈഡിലൂടെ അങ്ങ് ഒഴുകി പോകും കേട്ടോ. അതിൻ്റെ പേരാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഈ സെൻറ്ററിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ഒരു സൈഡ് മാത്രം വെക്കാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്ററിലും വെക്കേണ്ട, കംപ്ലീറ്റ് ആയിട്ട് പരത്തിയും വെക്കേണ്ട. ഒരു സൈഡിലേക്ക് മാത്രം ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ചിട്ട് മറുഭാഗം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ഒരുപാട് സമയമൊന്നും ചിലവഴിക്കാതെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഓരോ അടയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓരോ അടയും തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് തന്നെ ആവിച്ചെമ്പിലേക്കൊന്ന് വെച്ചേക്കണം. ആവിച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് തട്ടിട്ട് കൊടുക്കാം. എല്ലാ അടയും ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ അടയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മുടെ ഇല ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ ഒട്ടും തന്നെ ഇങ്ങനെ ഇലയിലേക്ക് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ രുചികരവുമായിട്ട് നമുക്ക് ആവിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ അടയാണ്. ഉറപ്പായിട്ട് നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഒരു അട ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.